ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർമുല എന്ന് പറയുന്നത്. ട്രിഗ്നോമെട്രിക് ഫോർമുല. ഈ ട്രിഗ്നോമെട്രിക് ഫോർമുലകളാണ് നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കാനുള്ളത്. ഇനിയുള്ള ചാപ്റ്ററിന്റെ 80-85% ഇനി നമ്മൾ മുന്നോട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതിന്റെ 80-85% ഈ പഠിക്കാൻ പോകുന്ന ഫോർമുലയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും കൺസെപ്റ്റുകളുമാണ് ഉണ്ടാവുക. ഈ ഫോർമുലകൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ മാത്രം 11th മാത്രമല്ല അടുത്ത കൊല്ലം 12th യൂസ്ഫുൾ ആയിരിക്കും. സോ ഇനി മുതൽ പഠിപ്പിക്കാൻ പോകുന്ന എല്ലാ ഫോർമുലകളും ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. സോ നമുക്ക് ഫോർമുലകളിലേക്ക് പോകാം. ഒന്നാമത്തെ ഫോർമുല സൈൻ ഓഫ് എ പ്ലസ് ബി. സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. എന്താണ് സൈൻ ഓഫ് എ പ്ലസ് ബി? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. രണ്ടാമത്തെ ഫോർമുല sin of a minus b. എന്താണ് sin of a minus b? That is equal to sin a cos b minus cos a sin b. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും പഠിക്കാൻ എളുപ്പമാണ്. sin of a plus b അറിയാമെങ്കിൽ ഈ പ്ലസിന്റെ സ്ഥാനത്ത് മൈനസ് മാറ്റി കഴിഞ്ഞാൽ അത് sin of a minus b യുടെ ഫോർമുലയായിട്ട് മാറി. മൂന്നാമത്തേത് cos of a plus b ആണ്. cos of a plus b is equal to cos a cos b minus sin a sin b. നാലാമത്തെ ഫോർമുല cos of a minus b ആണ്. അതിന്റെ ഫോർമുല cos a cos b plus sin a sin b. വീണ്ടും ശ്രദ്ധിക്കണം, ഇവിടെയുള്ള നെഗറ്റീവ് പ്ലസിലേക്ക് വരുമ്പോൾ അത് cos of a minus b യുടെ ഫോർമുലയായിട്ട് മാറി. സൈനിന്റെ കേസിൽ ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇവിടെയും പ്ലസ് ആണ്. ഫംഗ്ഷൻസ് ഡിഫറെന്റ്, സൈനും കോസുമാണ്. ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ മൈനസ് ആണ്, ഫംഗ്ഷൻസ് ഡിഫറെന്റ് ആണ് അല്ലേ? പക്ഷെ കോസിന്റെ ഫോർമുലയിൽ ഇവിടെ പ്ലസ് ആകുമ്പോൾ ഇവിടെ മൈനസ് ആണ്, പക്ഷെ ഒരുമിച്ചുള്ള ഫംഗ്ഷൻസ് സെയിം ഫംഗ്ഷൻസ് ആണ്. ഇവിടെ മൈനസ് ആകുമ്പോൾ ഇവിടെ പ്ലസ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കാനുള്ള ചെറിയ ചെറിയ ട്രിക്കുകളും ഹിന്റുകളുമാണ് പറഞ്ഞു തരുന്നത്. അഞ്ചാമതായിട്ട് പഠിക്കാനുള്ളത് കോസ് പൈ ബൈ 2 മൈനസ് എ, അതായത് കോസ് 90 മൈനസ് എ എന്ന് പറഞ്ഞാൽ അത് സൈൻ എക്ക് ഈക്വൽ ആണ്. സൈൻ പൈ ബൈ 2 മൈനസ് എ എന്ന് പറയുന്നത് കോസ് എക്ക് ഈക്വൽ ആണ്. കോസ് പൈ ബൈ 2 പ്ലസ് എ എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്ക് ഈക്വൽ ആണ്. ഇത് ഓർത്ത് വെക്കാൻ വേണമെങ്കിൽ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. പൈ ബൈ 2 പ്ലസ് എ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് എത്തി. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ് നമുക്കറിയാം, നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. കോസിന്റെ കൂടെ നിങ്ങൾ ഉള്ളിൽ പൈ ബൈ 2 ആയിട്ട് വല്ലതും എഴുതുകയാണെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ അത് സൈൻ ആയിട്ട് മാറും. അപ്പം കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എ ഓർത്ത് വെക്കാം. സെക്കൻഡ് ക്വാഡ്രന്റ് നെഗറ്റീവ് ഉണ്ടാകും. പൈ ബൈ 2 പ്ലസ് സംതിങ് കോസിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ ഇതിലേക്ക് മാറും, സൈനിലോട്ടും മാറും. സോ കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എന് വേണമെങ്കിൽ മൈനസ് സൈൻ എ എന്ന് അങ്ങനെ ഓർത്ത് വെക്കാം, ബൈ ഹാർട്ട് ചെയ്യുകയും ആവാം. ഓക്കെ അല്ലേ? എട്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ലിസൺ ഹിയർ, സൈൻ ഓഫ് പൈ ബൈ 2 പ്ലസ് എ ഈക്വൽ ടു കോസ് എ. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച് അതേ ആയിട്ട് ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നമുക്ക് പൈ ബൈ 2 പ്ലസ് എ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ഇല്ലാത്തത്. പൈ ബൈ 2 ആയിട്ട് നമ്മൾ സൈൻ ചെയ്യുമ്പോൾ അത് എവിടേക്ക് മാറും? ഫംഗ്ഷൻ കോസിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. സോ സൈൻ പൈ ബൈ 2 പ്ലസ് എ എന്ന് പറയുന്നത് കോസേക്ക് ഈക്വൽ ആണ്. എന്തായിരുന്നു ട്രിക്ക്? പൈ ബൈ 2 പ്ലസ് എ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് വരാൻ കാരണം. ഇവിടെ എഴുതിയിട്ടില്ലെങ്കിലും നമുക്കറിയാം അവിടെ പോസിറ്റീവ് ആണ്. സൈനിന്റെ ഉള്ളിൽ പൈ ബൈ 2 പ്ലസ് സംതിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സൈൻ എന്തായിട്ട് മാറും? കോസിലേക്കായിട്ട് മാറും. സോ സൈൻ പൈ ബൈ 2 പ്ലസ് എ എന്ന് പറയുന്നത് കോസ് എ ആയിരിക്കും. അപ്പം ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഈ 8 ഫോർമുലാസ് ആണ് പഠിക്കുന്നത്. ഫോർമുലകൾ തീർന്നിട്ടില്ല, ഇനിയും ഫോർമുലകൾ ഉണ്ട്. എല്ലാ ഫോർമുലയും പഠിച്ചതിന് ശേഷം ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള ഫോർമുലയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓൾറെഡി 8 ഫോർമുല നമ്മൾ പഠിച്ചു. ബാക്കിയുള്ള ഫോർമുലയിലേക്ക് നമുക്ക് നോക്കാം. 9ാമതായിട്ട് പഠിക്കാനുള്ളത് കോസ് ഓഫ് പൈ മൈനസ് എ is equal to മൈനസ് കോസ് എ. ഞാൻ പറഞ്ഞു പൈ ബൈ 2 ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻസിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സൈൻ കോസിലേക്ക് മാറി, കോസ് സൈനിലേക്ക് മാറി. ഇവിടെ നിങ്ങൾ നോക്കണം, നമ്മൾ ചേഞ്ച് വരുത്തുന്നത് ഉള്ളിൽ പൈയുമായിട്ടാണ്. പൈയുമായിട്ടോ 2πയുമായിട്ടോ ആണ് ചേഞ്ച് വരുന്നത് എങ്കിൽ ഫംഗ്ഷൻ മാറൂല, സെയിം ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. ക്വാഡ്രന്റ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ബൈ ഹാർട്ട് ചെയ്യാം, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ കോസ് പൈ മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് എ ആണ്. ഒരാൾക്ക് അത് മറന്നുപോയി എന്ന് വിചാരിക്കുക. അതെങ്ങനെ നമുക്ക് ആ മൈനസ് കോസ് എ റിസൾട്ടിലേക്ക് എത്തും നമുക്ക് നോക്കാം.
പൈ മൈനസ് എ ആണ്. പൈ മൈനസ് എ എന്ന് പറയുമ്പോൾ 180നേക്കാളും കുറവാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നത്. ഉള്ളിലുള്ള ആംഗിൾ പൈ മൈനസ് എ ആണ്, പൈയുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പൈയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ മാറുന്നില്ല, അതുകൊണ്ടാണ് ആൻസർ മൈനസ് കോസ് എയിൽ തന്നെ നിന്നത്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, പത്താമത് സൈൻ പൈ മൈനസ് എ ആണ്. സൈൻ പൈ മൈനസ് എ ശ്രദ്ധിക്കുക. പൈ മൈനസ് എ എന്ന് പറയുമ്പം സെക്കൻഡ് ക്വാഡ്രന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് സൈൻ. ഓക്കെ ആണല്ലോ. പൈ മൈനസ് എ പൈയുമായിട്ട് ഉള്ളിൽ കണക്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാറുന്നില്ല, സെക്കൻഡ് ക്വാഡ്രന്റ് ആകുമ്പം പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് സൈൻ പൈ മൈനസ് എയുടെ വാല്യൂ സൈൻ എ ആയിട്ട് മാറിയത്. ഓക്കെ ആണല്ലോ. വീണ്ടും 11ാമത്തത് കോസ് പൈ പ്ലസ് എ ആണ്. പൈ പ്ലസ് എ എന്ന് പറയുമ്പം തേർഡ് ക്വാഡ്രന്റിലേക്ക് ചാടി 180നേക്കാളും കൂടുതലാണ്. 180നേക്കാളും കൂടുമ്പോൾ തേർഡ് ക്വാഡ്രന്റ് ആകുമ്പം കോസ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. അത് മാത്രമല്ല, പൈയുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഫംഗ്ഷൻ മാറാത്തത് കൊണ്ട് അവിടെ കോസൈൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ. 12ാമത്തെ റിസൾട്ട് സൈൻ പൈ പ്ലസ് എ. അതേ റീസൺസ് ആണ്. പൈ പ്ലസ് എ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ്. പൈയുമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഫംഗ്ഷൻ മാറുന്നില്ല, സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എ. അപ്പോൾ സൈൻ ഓഫ് പൈ പ്ലസ് എ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എ. 13ാമത് കോസ് 2 പൈ മൈനസ് എ ഈസ് ഈക്വൽ ടു കോസ് എ. നോക്കണം, 2 പൈ മൈനസ് എ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രന്റ് ആണ് വരിക? ഫോർത്ത് ക്വാഡ്രന്റ് ആണ് വരിക. കാരണം 2 പൈ എന്ന് പറഞ്ഞാൽ 360 ആണ്. 360 മൈനസ് എ എന്ന് പറയുമ്പോൾ അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് സൈൻ. 2 പൈയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാറാത്തത് കൊണ്ടാണ് ഇവിടെ കോസെ നമുക്ക് കിട്ടുന്നത്. 14ാമതായിട്ട് സൈൻ ഓഫ് 2 പൈ മൈനസ് എ. വീണ്ടും 4ാമത്തെ ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റിൽ സൈനിന്റെ വാല്യൂ നെഗറ്റീവ് ആണ് സൈൻ ഉണ്ടാവുക. സോ സൈനിന്റെ സൈൻ ഉണ്ടാവുക നെഗറ്റീവ് ആണ് ഫോർത്ത് ക്വാഡ്രന്റിൽ, അതുകൊണ്ടാണ് ഇവിടെ ഈ നെഗറ്റീവ്. 2 പൈ കൊണ്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാറാത്തത് കൊണ്ട് സൈൻ എ വന്നു. സോ ടോട്ടൽ ഈസ് സൈൻ ഓഫ് 2 പൈ മൈനസ് എ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എ. അപ്പോൾ ഇത്രയുമാണ് ആംഗിൾ കൺവേർഷൻസുമായിട്ട് കണക്ട് ചെയ്ത ഫോർമുല നമ്മൾ പഠിക്കാനുള്ളത്. ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ട്രിക്ക് മനസ്സിലാക്കി ക്വാഡ്രന്റ് മനസ്സിലാക്കി ഫംഗ്ഷൻ ചേഞ്ച് ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓർത്ത് വെക്കാം. 15ാമത്തത് ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓർത്ത് വെക്കുക, tan of a plus b. Tan of a plus b is given by the formula. It's very important. 11th അല്ല 12th ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യും. Tan of a plus b is given by tan a plus tan b divided by 1 minus tan a tan b. 16ാമത്തെ റിസൾട്ട് tan of a minus b ആണ്. Tan of a minus b is equal to tan a minus tan b divided by 1 plus tan a tan b. അപ്പോൾ ശ്രദ്ധിക്കണം, tan of a plus b വരുമ്പോൾ tan a plus tan b by 1 minus tan a tan b ആണ്. tan of a minus b വരുമ്പോൾ tan a minus tan b divided by 1 plus tan a tan b ആണ്. ഫസ്റ്റ് കേസിൽ ഇവിടെ പ്ലസ്, ഇവിടെ നെഗറ്റീവ്. രണ്ടാമത്തെ കേസിൽ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പ്ലസ്. അപ്പം മൊത്തം 16 റിസൾട്ടുകൾ നമ്മൾ പഠിച്ചു. ഫോർമുലകൾ ഇനിയും തീർന്നിട്ടില്ല, ഒരുപാട് ഫോർമുല ഇനിയും പഠിക്കാനുണ്ട്. ചോദ്യങ്ങൾ ചെയ്യുമ്പം എങ്ങനെയാണ് ഫോർമുലകൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കും. 17ാമത്തെ ഫോർമുലയിലേക്ക് വരാം. 17ാമത്തേത് പറയുന്നത് കോട്ട് ഓഫ് എ പ്ലസ് ബി. കോട്ട് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കോട്ട് എ കോട്ട് ബി മൈനസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി പ്ലസ് കോട്ട് എക്ക് ഈക്വൽ ആണ് 17ാമത്തേത്. 18ാമത്തേത് പറയുന്നത് കോട്ട് ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു കോട്ട് എ കോട്ട് ബി പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് ബി മൈനസ് കോട്ട് എ. അപ്പോൾ മറക്കണ്ട, ഈ പറഞ്ഞ 18 കാര്യങ്ങളും 18 ഫോർമുലകളും നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചിരിക്കണം. ഇനിയും ഫോർമുലകൾ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡബിൾ ആംഗിൾ ഫോർമുലയാണ്. ഡബിൾ ആംഗിൾ ഫോർമുല, ഒന്നാമത്തെ ഡബിൾ ആംഗിൾ ഫോർമുല പറയുന്നത് sin 2x ആണ്. 2 വന്നത് കൊണ്ടാണ് നമ്മൾ അതിന് ഡബിൾ ആംഗിൾ ഫോർമുല എന്ന് പറയുന്നത്. sin 2x-ന് 2 എക്സ്പ്രഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എക്സ്പ്രഷൻ sin 2x is equal to 2 sin x cos x. That is also equal to രണ്ടാമത്തെ എക്സ്പ്രഷൻ 2 tan x divided by 1 plus tan square x. അപ്പോൾ
sin 2x is equal to most common ആയിട്ട് sin 2x ന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ 2 sin x into cos x ആണ്. tan x ന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ sin 2x ന് നമുക്ക് 2 tan x divided by 1 plus tan square x എന്ന് എഴുതാം. അതിന്റെ കൂടെ തന്നെ ഇവിടെ 2x ആകുമ്പോൾ ഇവിടെയുള്ള ആംഗിളുകൾ നോക്കൂ, x അതായത് ഇവിടെ 2x ആണെങ്കിൽ അതിന്റെ പകുതിയെ ഇവിടേക്ക് വരുന്നുള്ളൂ. അതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് sin x എന്ന ഈ ഡെഫിനിഷൻസിൽ എഴുതാൻ പറ്റും. 2x ആകുമ്പോൾ എക്സും എക്സും വന്നെങ്കിൽ ഇവിടെ എക്സ് വന്നാൽ എന്ത് വരും? അതിന്റെ പകുതി x/2 വരും. അപ്പൊ sin x ന്റെ ഫോർമുല എന്താണ്? 2 sin x/2 cos x/2 ആകാം. That is also equal to 2 tan x/2 divided by 1 plus tan square x/2. 12th നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ sin x is equal to 2 sin x/2 into cos x/2 എന്ന് സാർ ഒരു ചോദ്യം ചെയ്യുമ്പോൾ എഴുതി കഴിഞ്ഞാൽ സംശയം ഉണ്ടാവരുത്. നമ്മൾ ഈ ചാപ്റ്ററിൽ 11th തേർഡ് ചാപ്റ്ററിലാണ് അത് പഠിക്കുന്നത്. sin x is equal to 2 sin x/2 into cos x/2 എന്ന് എഴുതാം. അതിനെ 2 tan x/2 divided by 1 plus tan square x/2 എന്നും നമുക്ക് എഴുതാം. ഓക്കെ അല്ലേ? രണ്ടാമത്തേത് പറയുന്നത് cos 2x ആണ്. cos 2x എന്ന് പറയുമ്പോൾ അതിന് 4 എക്സ്പ്രഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എക്സ്പ്രഷൻ cos square x minus sin square x. cos 2x എന്താണ്? cos square x minus sin square x. That is also equal to 2 cos square x minus 1. That is also equal to 1 minus 2 sin square x. That is also equal to 1 minus tan square x divided by 1 plus tan square x. ഇത് എഴുതിയതുപോലെ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് cos x ന്റെ എക്സ്പ്രഷൻസ് എഴുതാം. ഇവിടെ നമ്മൾ sin 2x ന്റെ എക്സ്പ്രഷൻസ് പഠിച്ചതിന് ശേഷം നമ്മൾ ആ sin 2x നെ എന്തിലേക്ക് മാറ്റി? sin x ന്റെ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി മാറ്റി. അതേപോലെ തന്നെ ഇവിടെ cos 2x ന് 4 എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. cos x നും ഇതേപോലെ 4 എണ്ണം നമുക്ക് എഴുതാൻ പറ്റും. അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. സോ മറക്കണ്ട, cos 2x is equal to cos square x minus sin square x. That is equal to 2 cos square x minus 1. That is equal to 1 minus 2 sin square x. That is equal to 1 minus tan square x divided by 1 plus tan square x. So ഇനി നമ്മൾ cos x ന്റെ ഫോർമുലയും ബാക്കിയുള്ള ഡബിൾ ആംഗിൾ ഫോർമുലയുമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ cos 2x ന്റെ എക്സ്പ്രഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് cos x ന്റെ എക്സ്പ്രഷൻ നോക്കാം. cos x ന് നമുക്ക് cos x is equal to cos square x/2 minus sin square x/2 എന്ന് എഴുതാം. അതിനെ 2 cos square x/2 minus 1 എന്ന് എഴുതാം. അതിനെ equal to 1 minus 2 sin square x/2 എന്ന് എഴുതാം. അതിനെ equal to 1 minus tan square x/2 divided by 1 plus tan square x/2 എന്ന് എഴുതാം. അപ്പൊ cos 2x ൽ നമ്മൾ എന്താണോ എക്സ്പ്രഷൻ പഠിച്ചേ അവിടെയുള്ള x ന് പകരം x/2 കൊടുത്തിട്ട് 2x ന് പകരം x കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലകൾ കിട്ടും. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണല്ലോ? മൂന്നാമതായിട്ട് എനിക്ക് പഠിക്കേണ്ട ഡബിൾ ആംഗിൾ എന്ന് പറയുന്നത് tan 2x ന്റെ എക്സ്പ്രഷൻ ആണ്. tan 2x is given by the formula 2 tan x divided by 1 minus tan square x. എന്താ tan 2x? 2 tan x divided by 1 minus tan square x. അപ്പോൾ tan x ന്റെ ഫോർമുല എന്തായിരിക്കും? tan x is equal to 2 tan x by 2 divided by 1 minus tan square x by 2 ആയിരിക്കും. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇത്രയും പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത കൊല്ലവും ഈ കൊല്ലവും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള 2 റിസൾട്ട് ആണ് ഞാൻ നോട്ടായിട്ട് പറയാൻ പോകുന്നത്. ഞാനിവിടെ 5 സ്റ്റാർ വരച്ചു വെച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. 12th ഇന്റഗ്രൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പഠിപ്പിക്കുന്ന ടീച്ചർ യൂസ് ചെയ്യും. അപ്പോൾ സംശയം ഉണ്ടാവരുത്, നമ്മൾ അത് പഠിക്കാൻ പോകുന്നത് ഈ 11th മൂന്നാമത്തെ ചാപ്റ്റർ ആയ ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ഈ എക്സ്പ്രഷൻസ് ഒക്കെയും നമ്മൾ തൊട്ട് മുൻപ് ഇതിൽ പഠിച്ചിട്ടുള്ള ഡബിൾ ആംഗിൾ ഫോർമുലയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കണക്ട് ചെയ്ത് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കുന്ന റിസൾട്ട് തന്നെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഈസി ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? അതിൽ ഒന്നാമത്തേത് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം 1 plus cos 2x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 cos square x. 1 plus cos x എന്ന് പറഞ്ഞാൽ it is equal to 2 cos square x by 2. രണ്ടാമതായിട്ട് ഓർക്കേണ്ടത് 1 minus cos 2x എന്ന് പറയുന്നത് it is equal to 2 sin square x. 1 minus cos x എന്ന് പറയുന്നത് it is equal to 2 sin square x by 2. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഡബിൾ ആംഗിൾ ഫോർമുല നമ്മൾ പഠിച്ചു. ഡബിൾ ആംഗിൾ ഫോർമുല പഠിച്ചതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട 2 കാര്യങ്ങൾ നോട്ടായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
ട്രിപ്പിൾ ആംഗിൾ ഫോർമുലയാണ്. സോ ഫാർ നമ്മൾ ഒരുപാട് ഫോർമുല പഠിച്ചു, 16 ഫോർമുലയുടെ ഒരു സെറ്റ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഡബിൾ ആംഗിൾ ഫോർമുലയിലേക്ക് വന്നു. ഡബിൾ ആംഗിൾ ഫോർമുലയിൽ sin 2xന്റെയും cos 2xന്റെയും tan 2xന്റെയും ഒക്കെ എക്സ്പ്രഷൻസ് പഠിച്ചു. അതിൽ തന്നെ സ്പെഷ്യൽ ആയിട്ട് sin xും cos xും tan xും നമ്മൾ പഠിച്ചു. അതിന്റെയൊക്കെ എക്സ്പ്രഷൻസ് പഠിച്ചിട്ടുണ്ട്. അഡീഷണലി ഫൈനലി നമ്മൾ എന്ത് പറഞ്ഞു, ഈ രണ്ട് പോയിന്റും കൂടെ ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞു. നല്ല വൃത്തിയായിട്ട് ഈ കാര്യങ്ങൾ ഒരു മാലയിലെ കണ്ണി പോലെ നമ്മളിങ്ങനെ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിപ്പിൾ ആംഗിൾ ഫോർമുലയാണ്. തൊട്ട് മുൻപ് നമ്മൾ ഡബിൾ ആംഗിൾ ഫോർമുലയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി ട്രിപ്പിൾ ആംഗിൾ ഫോർമുല 3 സെറ്റ് ഫോർമുലാസ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് sin 3x. sin 3xന്റെ ഫോർമുല 3 sin x minus 4 sin cube x ആയിരിക്കും. cos 3xന്റെ ഫോർമുല 4 cos cube x minus 3 cos x ആയിരിക്കും. tan 3xന്റെ ഫോർമുല 3 tan x minus tan cube x divided by 1 minus 3 tan square x ആയിരിക്കും. ഈ 3 ഫോർമുലകളും അറിയണം. ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. sin 3xന്റെ ഫോർമുല പഠിച്ചു നോക്കുക, cos 3xന്റെ ഫോർമുല പഠിച്ചു നോക്കുക, tan 3xന്റെ ഫോർമുല പഠിച്ചു നോക്കുക. ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫോർമുലയെ കുറിച്ചുള്ള ഐഡിയ കുറച്ചും കൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സം ഫോർമുലയാണ്. ഓൾറെഡി നമ്മൾ സൈൻ ഓഫ് എ പ്ലസ് ബി എന്താണെന്ന് പഠിച്ചു, സൈൻ ഓഫ് എ മൈനസ് ബി എന്താണെന്ന് പഠിച്ചു, കോസ് ഓഫ് എ പ്ലസ് ബി എന്താണെന്ന് പഠിച്ചു, കോസ് ഓഫ് എ മൈനസ് ബി എന്താണെന്നും പഠിച്ചു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സൈൻ എ പ്ലസ് സൈൻ ബി, എന്താണ് സൈൻ എ മൈനസ് സൈൻ ബി, എന്താണ് കോസ് എ പ്ലസ് കോസ് ബി, എന്താണ് കോസ് എ മൈനസ് കോസ് ബി. ഈ 4 ഫോർമുലയാണ് നമ്മൾ സം ഫോർമുല എന്ന ഹെഡിങ്ങിൽ പഠിക്കാൻ പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലകളാണ്. ഓക്കെ ആണല്ലോ. അതിൽ ഒന്നാമത്തേത് sin a plus sin b. sin a plus sin b എന്ന് പറയുന്നത് 2 sin a plus b by 2 cos a minus b by 2 ന് ഈക്വൽ ആണ്. രണ്ടാമത്തെ ഫോർമുല sin a minus sin b ആണ്. sin a minus sin b 2 cos a plus b by 2 sin a minus b by 2 ന് ഈക്വൽ ആണ്. മൂന്നാമത്തെ ഫോർമുല cos a plus cos b ആണ്. cos a plus cos b 2 cos a plus b by 2 cos a minus b by 2 ന് ഈക്വൽ ആണ്. നാലാമത്തെ ഫോർമുല cos a minus cos b ആണ്. ഈ കേസ് വരുമ്പോൾ മാത്രം cos a minus cos b കേസ് വരുമ്പോൾ മാത്രം ഇവിടെ -2 ആയിരിക്കും. സോ cos a minus cos b is equal to -2 sin a plus b by 2 sin a minus b by 2. നോക്കണം, 4 ഫോർമുലകളാണ്. ഒന്നാമത്തേത് sin a plus sin b 2 sin a plus b by 2 cos a minus b by 2, sin a minus sin b 2 cos a plus b by 2 sin a minus b by 2, cos a plus cos b 2 cos a plus b by 2 cos a minus b by 2. നാലാമത്തേത് cos a minus cos b that is equal to -2 sin a plus b by 2 into sin a minus b by 2. ഇത്രയും ഫോർമുലകളാണ് സം ഫോർമുല എന്ന ഹെഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്, which is very important. പ്രൊഡക്റ്റ് ഫോർമുലയാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രൊഡക്റ്റ് ഫോർമുല നോക്കാം. 2 sin a cos b is equal to 2 sin a cos b is equal to important പ്രൊഡക്റ്റ് ഫോർമുലകളാണ്. 2 sin a cos b is equal to sin of a plus b plus sin of a minus b. അതാണ് ഒന്നാമത്തെ ഫോർമുല. രണ്ടാമത്തെ ഫോർമുല 2 cos a sin b that is equal to sin of a plus b minus sin of a minus b. മൂന്നാമത്തെ ഫോർമുല 2 cos a cos b is equal to cos of a plus b plus cos of a minus b. നാലാമത്തേതായിട്ട് 2 sin a sin b is equal to cos of a minus b minus cos of a plus b. അപ്പോൾ 4 പ്രൊഡക്റ്റ് ഫോർമുലകൾ മനസ്സിലായല്ലോ. സം ഫോർമുല നമ്മൾ പഠിച്ചു, പ്രൊഡക്റ്റ് ഫോർമുല പഠിച്ചു, ഡബിൾ ആംഗിൾ ഫോർമുല പഠിച്ചു, ട്രിപ്പിൾ ആംഗിൾ ഫോർമുല പഠിച്ചു, പിന്നെ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ദി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഫോർമുലകൾ പഠിച്ചു. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇത്രയും പഠിച്ച ഫോർമുലകൾ വെച്ചിട്ടാണ് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓരോ ചോദ്യം ചെയ്യുമ്പോഴും അവിടെ ഉപയോഗിച്ച ഫോർമുല ഞാൻ റിവൈസ് ചെയ്ത് പറയും. അപ്പം നിങ്ങൾ പുറകിലെ പേജിലോട്ട് പോയിട്ട് എഴുതി പഠിച്ച ഫോർമുലകൾ എന്തൊക്കെയാണ് ഒന്നും കൂടെ റീകോൾ ചെയ്ത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഈ ഒരു ചാപ്റ്ററും ഇതിൽ പഠിക്കുന്ന ഫോർമുലകളും നമുക്ക് അടുത്ത കൊല്ലത്തേക്കും അത്യാവശ്യമുള്ള കാര്യമാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സോ വി ജസ്റ്റ് ഡിസ്കസ് ദ ടോപ്പിക് ഓഫ് പ്രൊഡക്റ്റ് ഫോർമുല. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓൾറെഡി ഒരുപാട് ഫോർമുലകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം മേൽ പഠിച്ച എല്ലാ കാര്യങ്ങളും എല്ലാ ഫോർമുലകളും മനസ്സിലുണ്ടാകണം, പുറകോട്ട് മറിച്ച് റിവൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വാല്യൂ ഓഫ് sin 15. 10ാം ക്ലാസ് വരെ sin 30, sin 45, sin 60 വാല്യൂസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. sin 15ന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടില്ല. അതാണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. സോ നിങ്ങൾ നോക്കണം, sin 15 എനിക്ക് മാറ്റിയിട്ട്
സൈൻ ഓഫ് 45 മൈനസ് 30 എന്ന് എഴുതിക്കൂടെ? 15 മാറ്റിയിട്ട് 45 മൈനസ് 30 എന്ന് എഴുതാം. ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ച ഫോർമുലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏത് ഫോർമുലയുടെ പാറ്റേൺ ആണ്? സൈൻ ഓഫ് എ മൈനസ് ബിയുടെ ഫോർമുലയാണ്. എന്തായിരുന്നു സൈൻ ഓഫ് എ മൈനസ് ബി? സൈൻ ഓഫ് എ മൈനസ് ബിയുടെ ഫോർമുല സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആയിരുന്നു. സൈൻ എ മൈനസ് ബിയുടെ ഫോർമുല ഇതാണെങ്കിൽ ഇതേ ഫോർമുല എനിക്ക് സൈൻ 45 മൈനസ് 30 ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. എയുടെ സ്ഥാനത്ത് 45ഉം ബിയുടെ സ്ഥാനത്ത് 30ഉം കൊടുത്താൽ മതിയാകും. അതുകൊണ്ട് എനിക്ക് സൈൻ 15 ഇനി ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതാം. സൈൻ 15 is equal to സൈൻ 45 മൈനസ് 30 സൈൻ എ മൈനസ് ബി ഈക്വൽ ടു സൈൻ എ. എയുടെ സ്ഥാനത്ത് 45, അപ്പോൾ എനിക്ക് സൈൻ 45 എന്ന് എഴുതാം ഇൻറ്റു കോസ് ബി, ബിയുടെ സ്ഥാനത്ത് 30 കോസ് 30 എന്ന് എഴുതാം മൈനസ് കോസ് എക്ക് പകരം കോസ് 45 എന്നും സൈൻ ബിക്ക് പകരം സൈൻ 30 എന്നും എനിക്ക് എഴുതാം. അപ്പോ സൈൻ ഓഫ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് സൈൻ 15 ഞാൻ മാറ്റി എഴുതിയിട്ടുണ്ട്. സൈൻ 45ന്റെ വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 1/√2. കോസ് 30യുടെ വാല്യൂ എനിക്കറിയാം √3/2. ഓക്കെ അല്ലേ? കോസ് 45ന്റെ വാല്യൂ എനിക്കറിയാം 1/√2. സൈൻ 30യുടെ വാല്യൂ എനിക്കറിയാം 1/2. സോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 2√2 ആണ്, ഇവിടെയും ഡിനോമിനേറ്റർ 2√2 ആണ്. സോ രണ്ടിന്റെയും ഡിനോമിനേറ്റർ കോമൺ ആണ്, ഡിവൈഡ് ബൈ 2√2 എന്ന് എഴുതാം. ന്യൂമറേറ്റർ ഇവിടെ √3 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. സോ സൈൻ 15ന്റെ വാല്യൂ സൈൻ 15ന്റെ വാല്യൂ എനിക്ക് കിട്ടി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു √3 - 1 ഡിവൈഡ് ബൈ 2√2. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്തേ? സൈൻ 15 മാറ്റിയിട്ട് 45 മൈനസ് 30 ആക്കി. ആ 45 മൈനസ് 30യെ സൈൻ ഓഫ് എ മൈനസ് ബി എന്ന ഫോർമുലയുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്തു. എക്ക് പകരം 45 കൊടുത്തു, ബിക്ക് പകരം 30 കൊടുത്തു, സൈൻ 45ന്റെ വാല്യൂ കൊടുത്തു, കോസ് 30യുടെ വാല്യൂ കൊടുത്തു, കോസ് 45ന്റെ വാല്യൂ കൊടുത്തു, സൈൻ 30യുടെ വാല്യൂ കൊടുത്തു. നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഫൈനലി ഐ ആം ഗെറ്റിംഗ് സൈൻ 15 is equal to √3 - 1 divided by 2√2. 2 മാർക്കിന് ഇതേ ക്വസ്റ്റ്യൻ ബോർഡ് എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതേപോലെ ഏത് ഫോർമുല എപ്പോൾ അപ്ലൈ ചെയ്യണം എന്ന കൺസെപ്റ്റ് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാകും. ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. രണ്ടാമത്തെ ചോദ്യം, പ്രൂവ് ദാറ്റ് cos 7x plus cos 5x divided by sin 7x minus sin 5x is equal to cot x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ന്യൂമറേറ്റർ ഏത് ഫോർമാറ്റിലാണ്? നമ്മൾ പഠിച്ച cos a plus cos b ഫോർമാറ്റിലാണ്. എന്തായിരുന്നു cos a plus cos b? നമ്മൾ പഠിച്ചിട്ടുണ്ട്, it is equal to 2 cos of a plus b by 2 cos of a minus b by 2. ഇതായിരുന്നു cos of a plus b യുടെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഫോർമുല അല്ലേ? അതേപോലെ നമ്മൾ പഠിച്ചത് ഡിനോമിനേറ്റർ sin a minus sin b ഫോർമാറ്റിലാണ്. സോ sin a minus sin b യുടെ ഫോർമുലയും നമ്മൾ പഠിച്ചു ഓൾറെഡി. ശ്രദ്ധിക്കണം, it is equal to 2 cos a plus b by 2 into sin of a minus b by 2. ഇത് രണ്ടും നമ്മൾ പഠിച്ച ഫോർമുലയാണ്. cos 7x plus cos 5x ആയതുകൊണ്ടാണ് cos a plus cos b എന്ന ഫോർമുല ഞാൻ അപ്ലൈ ചെയ്തത്. ഡിനോമിനേറ്റർ sin 7x minus sin 5x ആണ്, അതുകൊണ്ട് ഞാൻ sin a minus sin b എന്ന ഫോർമുലയും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഫോർമുലയും നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ cos 7x plus cos 5x divided by sin 7x minus sin 5x is equal to, നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. ഈ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതണം. ശ്രദ്ധിക്കണേ, it is equal to 2 cos of a plus b by 2 ആണ്. എയുടെ സ്ഥാനത്ത് 7x-ഉം ബിയുടെ സ്ഥാനത്ത് 5x-ഉം ആണ്. അപ്പൊ a plus b by 2 എന്ന് പറയുമ്പം 7x plus 5x divided by 2 ആയിട്ട് മാറും. into cos of a minus b by 2 ആണ്. എയുടെ സ്ഥാനത്ത് 7x, ബിയുടെ സ്ഥാനത്ത് 5x. സോ 7x minus 5x divided by 2 ആയിട്ട് മാറും. all divided by ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്തു. ഡിനോമിനേറ്റർ നോക്കണം, sin a minus sin b 2 cos a plus b by 2 into sin a minus b by 2 ആണ്. അപ്ലൈ ചെയ്യുമ്പം 2 into cos of
sin a minus sin b ആണെങ്കിൽ ആദ്യം 2 cos a plus b by 2. അപ്പൊ എനിക്ക് 7x plus 5x divided by 2 എന്ന് എഴുതാം into sin of a minus b by 2. അപ്പോ sin of 7x minus 5x divided by 2 ആയിട്ട് മാറും. നിങ്ങൾ നോക്കുമ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തു പോകും. ന്യൂമറേറ്ററിലുള്ള ടേം cos 7x plus 5x by 2 ആണ്. ഡിനോമിനേറ്ററിലും cos 7x plus 5x divided by 2 ആണ്. രണ്ടും ക്യാൻസൽ ചെയ്തു പോകും, which is equal to numerator cos 7x minus 5x divided by 2 ആണ്. 7x ൽ നിന്ന് 5x കുറയ്ക്കുമ്പോൾ 2x ആണ് വരിക. 2x നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ cos x ആയിട്ട് മാറും. ഡിനോമിനേറ്റർ 7x minus 5x 2x divided by 2 ആണ്. അത് sin x ആയിട്ട് മാറും. cos x divided by sin x ചെയ്യുമ്പോൾ നമുക്ക് cot x കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഫോർമുലകൾ അറിയാതെ ഈ ചോദ്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഫോർമുലകൾ അറിയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ചോദ്യം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഫോർമുല പഠിച്ചു വെക്കൽ ഇമ്പോർട്ടന്റ് ആണ്. cos a plus cos b യുടെ ഫോർമുലയും sin a minus sin b യുടെ ഫോർമുലയും അപ്ലൈ ചെയ്യൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സിംപ്ലിഫൈ ചെയ്തു, cos x by sin x ആയിട്ട് മാറി. its answer is equal to cot x, hence the question is proved. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, prove that tan pi by 4 plus x divided by tan pi by 4 minus x is equal to 1 plus tan x divided by 1 minus tan x the whole square. Okay അല്ലേ? ശ്രദ്ധിക്കണം, ന്യൂമറേറ്റർ ഉള്ള ഫോമാറ്റ് എന്താ? tan of a plus b ആണ്. tan of a plus b യുടെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് tan a plus tan b divided by 1 minus tan a tan b. ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഡിനോമിനേറ്റർ നോക്കുമ്പോൾ അത് tan of a minus b ഫോർമാറ്റിലാണ്. what is tan of a minus b? it is equal to tan a minus tan b divided by 1 plus tan a tan b. ഇതാണ് tan of a minus b യുടെ ഫോർമുല. ഈ രണ്ട് ഫോർമുലയും ഉപയോഗിച്ചിട്ട് ഞാൻ LHS നെ മാറ്റി എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിക്കണം. so tan pi by 4 plus x divided by tan pi by 4 minus x, അതാണ് LHS. ഓക്കെ അല്ലേ? ഈ ഫോർമുല പ്രകാരം ഈ ഫോർമുലയെ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എയുടെ സ്ഥാനത്ത് പൈ ബൈ 4, ബിയുടെ സ്ഥാനത്ത് എക്സ്. അപ്പം ഈ റൈറ്റ് സൈഡിലെ ഫോർമുലയിൽ എന്ത് ചെയ്താൽ മതി? എക്ക് പകരം പൈ ബൈ 4ഉം ബിക്ക് പകരം എക്സും കൊടുത്താൽ മതി. മറക്കണ്ട, tan of a plus b tan a plus tan b by 1 minus tan a tan b ആണെങ്കിൽ tan pi by 4 plus x വളരെ ഈസി ആയിട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഒന്നാമത് എഴുതേണ്ടത് tan a which is tan pi by 4 plus രണ്ടാമത് tan b ആണ് which is tan x all divided by 1 minus tan a tan b ആണ് 1 minus tan pi by 4 into tan x എന്ന് എഴുതാം. that is the numerator. divided by denominator എഴുതണം. tan of pi by 4 minus x ആണ്. tan of a minus b ഫോർമാറ്റ് ആണ്. tan a minus tan b അപ്പോൾ എന്തായിട്ട് മാറും? tan pi by 4 minus tan x ആയിട്ട് മാറും. divided by denominator 1 plus tan a tan b ആണ്. 1 plus tan pi by 4 tan x ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ ആണല്ലോ? so that is equal to, നമുക്ക് നോക്കാം, tan pi by 4 ന്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. അപ്പൊ ന്യൂമറേറ്റർ 1 plus tan x ആയിട്ട് മാറി. so it is 1 plus tan x divided by, ഇവിടെ 1 minus tan pi by 4 into tan x അല്ലേ? ഈ tan pi by 4 ന്റെ വാല്യൂ 1 തന്നെയാണ്. so 1 minus tan x ആയിട്ട് ഇവിടുത്തെ ഡിനോമിനേറ്റർ മാറും. സോ ന്യൂമറേറ്ററിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഡിനോമിനേറ്റർ tan pi by 4 minus tan x ആണ്. അത് 1 minus tan x എന്ന് എഴുതാം, കാരണം tan pi by 4 ന്റെ വാല്യൂ 1 ആണ്. 1 plus tan pi by 4 into tan x നെ എനിക്ക് 1 plus tan x എന്ന് എഴുതാം. that is equal to, ഇനി നിങ്ങൾ നോക്കുമ്പോൾ മുകളിൽ ഒരു റാഷണൽ ഫംഗ്ഷൻ a by b ഫോർമാറ്റ്, താഴെയും ഒരു റാഷണൽ ഫംഗ്ഷൻ a by b ഫോർമാറ്റ്. രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ ഈ രീതിയിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, റെസിപ്രോക്കൽ എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 1 plus tan x divided by 1 minus tan x. അതിനെ ഞാൻ ഡിനോമിനേറ്ററിന്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പൊ 1 plus tan x മുകളിൽ പോകും, 1 minus tan x താഴെ പോകും. that is equal to, ശ്രദ്ധിക്കണം, ന്യൂമറേറ്റർ 1 plus tan x into 1 plus tan x ആണ്. അതിനെ നമുക്ക് 1 plus tan x സ്ക്വയർ എന്ന് എഴുതാം. ഡിനോമിനേറ്റർ 1 minus tan x into 1 minus tan x ആണ്.
അതിനെ നമുക്ക് 1 മൈനസ് ടാൻ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. രണ്ട് സ്ക്വയറിനെയും കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് എഴുതുമ്പോ it will become 1 plus tan x divided by 1 minus tan x the whole square. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അത് തന്നെയാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ നമ്മൾ ആകെ ഉപയോഗിച്ചത് രണ്ട് ഫോർമുല, ഒന്ന് ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല, എക്ക് പൈ ബൈ 4 ബിക്ക് എക്സും കൊടുത്തു. പിന്നെ അപ്ലൈ ചെയ്ത് ടാൻ എ മൈനസ് ബിയുടെ ഫോർമുല, എക്ക് പൈ ബൈ 4 ബിക്ക് എക്സും കൊടുത്തു. അപ്ലൈ ചെയ്തു ടാൻ പൈ ബൈ 4ന്റെ വാല്യൂ 1 കൊടുത്തു. സിംപ്ലിഫൈ ചെയ്തപ്പോ ഫൈനലി ഐ ആം ഗെറ്റിംഗ് ദ പ്രൂഫ് which is equal to 1 plus tan x divided by 1 minus tan x the whole square. 4 മാർക്കിനോ 3 മാർക്കിനോ ബോർഡ് എക്സാമിന് നമുക്ക് ഈ ടൈപ്പിലുള്ള ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. ഇതേ ചോദ്യം ബോർഡ് എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുമുണ്ട്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, prove that tan 3x into tan 2x into tan x is equal to tan 3x minus tan 2x minus tan x. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കണം, ഇവിടെ തന്ന 3 ആംഗിൾസ് 3xും 2xും xും ആണ്. ഈ 3 ആംഗിളുകളെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു റിലേഷൻ എഴുതാം. 3x is equal to 2x plus x എന്ന് എഴുതാം. എഴുതിക്കൂടെ? എല്ലാ ആംഗിൾസിന്റെ കൂടെയും ടാൻ വന്നത് കൊണ്ട് രണ്ട് ഭാഗത്തും ഞാൻ ടാൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോ tan 3x is equal to tan of 2x plus x ആയിട്ട് മാറും. ഓക്കെ അല്ലേ? സോ ലിസൺ ഹിയർ, tan 3x is equal to, നമ്മൾ പഠിച്ച ഫോർമുല ഓർമ്മയുണ്ടോ? ഇനി ഞാൻ വീണ്ടും ആ ഫോർമുല റീകോൾ ചെയ്ത് എഴുതുന്നില്ല, ഓർത്ത് വെക്കണം. tan of a plus bയുടെ ഫോർമുല എന്തായിരുന്നു? tan a plus tan b by 1 minus tan a tan b. ഇവിടെ എന്താണ്? tan of 2x plus x ആണ്. a യുടെ സ്ഥാനത്ത് 2x ഉം b യുടെ സ്ഥാനത്ത് x ഉം ആണ്. സോ tan a എന്ന് പറയുമ്പോ tan 2x plus tan b എന്ന് പറയുമ്പോ tan x divided by 1 minus tan a tan b എന്ന് പറയുമ്പോ 1 minus tan 2x into tan x ആയിട്ട് മാറും. ഈ ടേമിനെ ഡിനോമിനേറ്ററിലുള്ള ഈ ടേമിനെ ഞാൻ ഇവിടേക്ക് എടുക്കുമ്പോ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി tan 3x into 1 minus tan 2x tan x ആയിട്ട് മാറി. That is equal to എന്താ റൈറ്റ് സൈഡിൽ ബാക്കി? റൈറ്റ് സൈഡിൽ tan 2x plus tan x ബാക്കി. ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ tan 3x ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് tan 3x tan 2x tan x ആയിട്ട് മാറി. That is equal to, പിന്നെ RHS ബാക്കിയുള്ളത് tan 2x plus tan x ആണ്. ശ്രദ്ധിച്ചേക്കണേ, ഈ tan 2x നമ്മൾ ലെഫ്റ്റിലോട്ട് എടുക്കാൻ പോവുകയാണ്, ഈ tan x നെയും നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കാൻ പോവുകയാണ്. അതിന്റെ കൂടെ തന്നെ ഈ മൈനസ് tan 3x tan 2x tan x നമ്മൾ റൈറ്റിലേക്ക് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ റൈറ്റിലേക്ക് എടുക്കുമ്പോ LHS എന്ത് ബാക്കി വരും? tan 3x ഇവിടെയുണ്ട്, tan 2x വരുമ്പോ minus tan 2x, tan x വരുമ്പോ minus tan x, which is equal to ഈ minus tan 3x tan 2x tan x റൈറ്റ് പോകുമ്പോ പോസിറ്റീവ് tan 3x tan 2x tan x ആയിട്ട് മാറി. That is required proof. അല്ലേ? പ്രൂവ് ചെയ്യേണ്ടത് tan 3x into tan 2x into tan x is equal to tan 3x minus tan 2x minus tan x എന്നായിരുന്നു. സോ എങ്ങനെയാ ചെയ്തേ? 3x നെ മാറ്റി 2x plus x ആക്കി. രണ്ട് ഭാഗത്തും tan അപ്ലൈ ചെയ്തു. tan a plus b യുടെ ഫോർമുല അപ്ലൈ ചെയ്തു. tan a plus tan b divided by 1 minus tan a tan b മൾട്ടിപ്ലൈ ചെയ്തു, ഓപ്പൺ ചെയ്തു, റീഅറേഞ്ച് ചെയ്തു. ഫൈനലി നമ്മുടെ പ്രൂഫ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 മാർക്കിന് വരെ ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ വി ജസ്റ്റ് യൂസ് ദ കൺസെപ്റ്റ് ഓഫ് tan of a plus b. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം, prove that cos pi by 4 minus x into cos pi by 4 minus y minus sin pi by 4 minus x into sin pi by 4 minus y is equal to sin of x plus y എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോർമുലകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ a എന്ന് കൊടുക്കാം. അപ്പൊ cos a ആയിട്ട് മാറിയല്ലോ. ഈ pi by 4 minus y ക്ക് പകരം b കൊടുക്കാം. അപ്പൊ എന്തായിട്ട് മാറി? cos a cos b ആയി. അപ്പൊ ഇവിടെയും a വരുമല്ലോ, ഇവിടെ b വരുമല്ലോ. അപ്പൊ ഏത് ഫോർമാറ്റിലാണ് തന്നിരിക്കുന്ന? LHS cos a cos b minus sin a sin b ഫോർമാറ്റിലാണ് അല്ലേ? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് cos a cos b minus sin a sin b എന്ന് പറയുമ്പോ it is equal to cos of a plus b എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം,
cos of pi by 4 minus x into cos of pi by 4 minus y minus sin of pi by 4 minus x into sin of pi by 4 minus y will be equal to, നമ്മൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എയുടെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് പൈ ബൈ 4 മൈനസ് വൈ ആണ്. അപ്പൊ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്തിന് ഈക്വൽ ആണ്? കോസ് ഓഫ് എ പ്ലസ് ബിക്ക് ഈക്വൽ ആണ്. സോ എനിക്ക് എഴുതാം കോസ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എക്ക് പകരം പൈ ബൈ 4 മൈനസ് എക്സ് കൊടുക്കണം, ബിക്ക് പകരം പൈ ബൈ 4 മൈനസ് വൈ കൊടുക്കണം. ഓക്കെ ആണല്ലോ. പൈ ബൈ 4ഉം പൈ ബൈ 4ഉം ആഡ് ചെയ്യുമ്പോൾ പൈ ബൈ 2 അതായത് 90 കിട്ടും. മൈനസ് ഓഫ് നമുക്ക് നെഗറ്റീവ് പുറത്തെടുത്താൽ അത് മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ആയിട്ട് മാറും. അപ്പൊ കോസ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ കോസ് 90 പൈ ബൈ 2 എന്ന് പറയുമ്പോൾ 90 ആണ്, 90 മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. അത് എന്തിന് ഈക്വൽ ആണെന്ന് നമുക്കറിയാം? സൈൻ ഓഫ് എക്സ് പ്ലസ് വൈക്ക് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. സോ ചെയ്യുന്നത് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഫോർമാറ്റ് ആണ്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എ പ്ലസ് ബി എന്നറിയാം. എക്ക് പകരം പൈ ബൈ 4 മൈനസ് എക്സ്, ബിക്ക് പകരം പൈ ബൈ 4 മൈനസ് വൈ. അപ്ലൈ ചെയ്യുമ്പം സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ് വരേണ്ടത്. സോ കോസ് ഓഫ് എ പ്ലസ് ബി ഫോർമാറ്റ് ആണ്. എക്ക് പകരം പൈ ബൈ 4 മൈനസ് എക്സ് കൊടുക്കാം, ബിക്ക് പകരം പൈ ബൈ 4 മൈനസ് വൈ കൊടുക്കാം. സോ കോസ് ഓഫ് എ പ്ലസ് ബി ഫോർമാറ്റിൽ എഴുതിയപ്പോ കോസ് പൈ ബൈ 2 മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ കിട്ടി. കോസ് 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. അപ്പൊ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള പ്രൂഫിലേക്ക് നമ്മൾ എത്തി. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ഈസ് ഈക്വൽ ടു കോസ് ഓഫ് എ പ്ലസ് ബി എന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം എന്ന് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വെരി ഈസി ആണ് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തി. ബോർഡ് എക്സാമിന് 2 മാർക്കിനോ 3 മാർക്കിനോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം നോക്കണം. പ്രൂവ് ദാറ്റ് 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3 equal to 10 എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ സൈൻ 3 pi by 4ന്റെ വാല്യൂ മാത്രമേ നമുക്ക് സംശയം ഉണ്ടാവുകയുള്ളൂ. കാരണം കോസ് പൈ ബൈ 4 കോസ് 45 നമുക്കറിയാം, സിക് പൈ ബൈ 3യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ 3 pi by 4 ഇവാലുവേറ്റ് ചെയ്യാനേ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ സൈൻ 3 pi by 4നെ മാറ്റിയിട്ട് എനിക്ക് പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതിക്കൂടെ? 3 pi by 4നെ മാറ്റിയിട്ട് പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേക്കണം, സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അതേ കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ സൈൻ പൈ മൈനസ് പൈ ബൈ 4 എന്തിന് ഈക്വൽ ആയിരിക്കും? സൈൻ പൈ ബൈ 4 ഈക്വൽ ആയിരിക്കും. സൈൻ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ അത് 1/√2 ആയിട്ട് മാറി. ശ്രദ്ധിക്കുക, സൈൻ 3 pi by 4 ആണ് വേണ്ടത്. നമുക്ക് സൈൻ 3 pi by 4ന്റെ ഡയറക്റ്റ് വാല്യൂ നമ്മൾ കാണാതെ പഠിച്ചിട്ടില്ല. പക്ഷേ അതിനെ സൈൻ പൈ മൈനസ് പൈ ബൈ 4 ഒന്ന് മാറ്റി എഴുതാം. സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പൊ സൈൻ പൈ മൈനസ് പൈ ബൈ 4 സൈൻ പൈ ബൈ 4 ആയിട്ട് മാറും. സൈൻ പൈ ബൈ 4ന്റെ വാല്യൂ 1/√2 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ ആ LHS എടുത്ത് എഴുതുകയാണ്. എന്താണ് LHS? 2 sin square 3 pi by 4 plus 2 cos square pi by 4 plus 2 sec square pi by 3 ഇതാണ് ഈക്വൽ ടു 10 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, 2 into sin square 3 pi by 4 ആണ്. sin 3 pi by 4ന്റെ വാല്യൂ 1/√2 ആണ്. അപ്പൊ sin square 3 pi by 4ന്റെ വാല്യൂ 1/2 ആയിരിക്കും. പ്ലസ് 2 into cos square pi by 4 അല്ലേ? cos pi by 4 എന്ന് പറയുമ്പം 1/√2 ആണ്. അപ്പൊ cos square pi by 4 എന്തായിരിക്കും? 1/2 ആയിരിക്കും. പ്ലസ് 2 sec square pi by 3 ആണ്. 2 into sec square pi by 3 എന്ന് പറയുമ്പോ sec 60യുടെ സ്ക്വയർ ആണ്. എന്താ cos 60? cos 60 1/2 ആണ്. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് അതിന്റെ സ്ക്വയർ ചെയ്യണം. അപ്പൊ എനിക്ക് 4 കിട്ടും. ഓക്കെ ആണല്ലോ. sec pi by 3 എത്രയാണ്? 2 ആണ്. 2ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 കിട്ടുന്നുണ്ട്. ഇത് ക്യാൻസൽ ചെയ്തു പോകും, ഇത് ക്യാൻസൽ ചെയ്തു പോകും. 1ഉം 1ഉം ആഡ് ചെയ്യുമ്പം 2 into 4 8, 8ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക്
10 എന്ന ആൻസറിലേക്ക് എത്തും. അപ്പോൾ ഈസിയാണ്. 2 cos square pi by 4 2 sec square pi by 3 നമുക്കറിയാം വാല്യൂസ്. 2 sin square 3 pi by 4 മാത്രമേ അഡീഷണലി കാണേണ്ടതുള്ളൂ. അതിന് sin 3 pi by 4 കാണേണ്ട രീതി ഞാൻ പറഞ്ഞു. എനിക്കത് 1/√2 കിട്ടി. സോ ഫൈനലി ഐ പ്രൂവ് ദാറ്റ് ദ ഹോൾ വാല്യൂ entire value is equal to 10. ഏഴാമത്തെ ചോദ്യം ചെയ്യാം. ഏഴാമത്തെ ചോദ്യം ഇവാലുവേറ്റ് tan 15. tan 15 ഇവാലുവേറ്റ് ചെയ്യണം. സംശയിക്കാനൊന്നുമില്ല. tan 15നെ നമുക്ക് മാറ്റിയിട്ട് tan of 45 minus 30 എന്ന് എഴുതാം. tan of a minus b ഫോർമാറ്റ് അല്ലേ? tan of a minus b എന്ന് പറയുമ്പോൾ tan a minus tan b divided by 1 plus tan a tan b ആണ്. So tan a tan 45 minus tan b tan 30 divided by 1 plus tan a tan b ഫോർമുല എല്ലാം പഠിച്ചിരിക്കണം. So tan 45 tan 30 മറന്നിട്ടില്ലല്ലോ. tan a minus b ഫോർമാറ്റ് ആണ്. tan a minus tan b by 1 plus tan a tan b. tan 45 ന്റെ വാല്യൂ 1 ആണെന്നറിയാം. tan 30 1/√3 ആണെന്നറിയാം. 1 പ്ലസ് ഇവിടെ വീണ്ടും tan 45 1 ആയിട്ട് മാറും. പിന്നെ അവിടെ ബാക്കി tan 30 ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/√3. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3 കിട്ടും. ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √3 പ്ലസ് 1 ഡിവൈഡ് ബൈ √3 കിട്ടും. ഈ √3യും √3യും എനിക്ക് ക്യാൻസൽ ചെയ്യാം. ഫൈനലി എനിക്ക് കിട്ടുന്നത് tan 15ന്റെ വാല്യൂ ആയിട്ട് √3 മൈനസ് 1 ഡിവൈഡ് ബൈ √3 പ്ലസ് 1 ആണ്. ഇവിടെ ഡിനോമിനേറ്റർ ഒരു റാഷണൽ നമ്പർ ആണ് അല്ലേ? ആ റാഷണൽ നമ്പർ ഡിനോമിനേറ്റർ ഒരു ഇറാഷണൽ നമ്പർ ആണ്. ആ ഇറാഷണൽ നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ റാഷണലൈസ് ചെയ്യാം. tan 15 is equal to √3 minus 1 divided by √3 plus 1 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ ഇറാഷണൽ ആണ്. അതിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് ആയിട്ടുള്ള √3 മൈനസ് 1 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ആർ മൾട്ടിപ്ലൈയിങ് both numerator and denominator by the conjugate of denominator. ഇവിടെ denominator √3 plus 1 ആണ്. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ √3 minus 1 √3 minus 1. അതുകൊണ്ട് മുകളിലും താഴെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ √3 minus 1നെ √3 minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് √3 minus 1 all square ആണ്. √3 minus 1 all squareനെ നമ്മൾ a minus b all square എക്സ്പാൻഷൻ വെച്ച് ചെയ്യുമ്പോൾ a square 3 ആയിട്ട് മാറും. minus 2ab minus 2√3 ആയിട്ട് മാറും. b square 1 ആയിട്ട് മാറും divided by. സോ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാലോ. ഡിനോമിനേറ്റർ a plus b into a minus b ഫോർമാറ്റ് ആണ്. അതായത് a square minus b square ആണ്. √3 ആണ് a, 1 ആണ് b. അപ്പൊ √3 square minus 1 square എന്ന് വരും. that is 3 minus 1 എന്ന് വരും. that is equal to 2 എന്ന് എനിക്ക് കിട്ടും. which is equal to 3 1 കൂട്ടിയ 4 ആണ്. 4 divided by 2 ചെയ്യുമ്പം 2 കിട്ടും. ഈ 2√3യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം √3 കിട്ടും. സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പം ഫൈനലി ഐ ആം ഗെറ്റിംഗ് വാല്യൂ ഓഫ് tan 15 is equal to 2 minus √3. ശ്രദ്ധിക്കണം. tan 15 ആയിരുന്നു. 45 മൈനസ് 30 എന്ന് എഴുതി. tan of a minus b ഫോർമാറ്റ് അപ്ലൈ ചെയ്തു. tan a minus tan b by 1 plus tan a tan b. tan 45നും tan 30ക്കും വാല്യൂസ് കൊടുത്തു. സിംപ്ലിഫൈ ചെയ്തപ്പോൾ tan 15 is equal to √3 minus 1 divided by √3 plus 1 കിട്ടി. അതിനെ നമുക്ക് ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്റർ ഓപ്പൺ ചെയ്തു, ഡിനോമിനേറ്റർ ഓപ്പൺ ചെയ്തു. സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഫൈനലി ഐ ആം ഗെറ്റിംഗ് tan 15 is equal to 2 minus √3. 2 മാർക്കിനും 3 മാർക്കിനൊക്കെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എട്ടാമത്തെ ചോദ്യം prove that cos of pi plus x into cos of minus x divided by sin of pi minus x into cos of pi by 2 plus x is equal to cot square x എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. സോ ഇതിൽ തന്ന ഓരോരുത്തരെയും നമുക്ക് മാറ്റി എഴുതാം. ഒന്നാമതായിട്ട് മാറ്റി എഴുതേണ്ടത്, സിംപ്ലിഫൈ ചെയ്യേണ്ടത് cos of pi plus x നെയാണ്. ഓക്കെ ആണല്ലോ. നമ്മൾ പൈ കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ മാറൂല. അപ്പൊ ഫംഗ്ഷൻ കിട്ടുക cos x തന്നെയായിരിക്കും. പക്ഷെ pi plus x എന്ന് പറയുമ്പോൾ
തേർഡ് ക്വാഡ്രന്റിലേക്ക് ചാടിയിട്ടുണ്ട്. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ നെഗറ്റീവ് കൊടുക്കണം. അപ്പൊ കോസ് ഓഫ് പൈ പ്ലസ് എക്സിന്റെ വാല്യൂ മൈനസ് കോസ് എക്സ് ആയിരിക്കും. എങ്ങനെയാ മൈനസ് കോസ് എക്സ് ആയേ? പൈ കൊണ്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഫംഗ്ഷൻ മാറിയില്ല, കോസ് എക്സ് കിട്ടി. പിന്നെ ആംഗിൾ നോക്കണം, പൈ പ്ലസ് എക്സ് ആണ്, തേർഡ് ക്വാഡ്രന്റിലാണ്, തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, സോ മൈനസ് കോസ് എക്സ് എന്ന് കിട്ടി. പിന്നെ ഉള്ളത് കോസ് ഓഫ് മൈനസ് എക്സ് ആണ്. നമുക്കറിയാം ഈവൻ ഫംഗ്ഷന്റെ കൺസെപ്റ്റ് പ്രകാരം കോസ് ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് കോസ് ഓഫ് മൈനസ് എക്സിനെ നമുക്ക് കോസ് എക്സ് എന്ന് തന്നെ എഴുതാം. ഓക്കെ അല്ലേ? പിന്നെ ഉള്ളത് സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ആണ്. സൈൻ പൈ മൈനസ് എക്സ് നമുക്കറിയാം വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് തന്നെയായിരിക്കും. എന്താ കാരണം? പൈ കൊണ്ട് ചെയ്യുമ്പം ഫംഗ്ഷൻ മാറുന്നില്ല, സൈൻ എക്സ് തന്നെയാണ്. ഈ പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ സൈൻ എക്സ് ആയിട്ട് മാറുന്നത്. പിന്നെ ഉള്ളത് കോസ് ഓഫ് പൈ ബൈ 2 പ്ലസ് എക്സ് ആണ്. പൈ ബൈ 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഫംഗ്ഷൻ മാറും, ഫംഗ്ഷൻ സൈൻ എക്സ് ആയിട്ട് മാറും. പക്ഷേ പൈ ബൈ 2 പ്ലസ് എക്സ് എന്ന് പറയുമ്പം സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, അപ്പൊ വെറും സൈൻ എക്സ് പോരാ, ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. എന്താ ചോദ്യം? കോസ് ഓഫ് പൈ പ്ലസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് പൈ മൈനസ് എക്സ് ഇൻറ്റു cos of pi by 2 plus x is equal to, നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താ cos pi plus x? മൈനസ് cos x into എന്താ cos of minus x? അത് cos x divided by, ശ്രദ്ധിക്കണേ, എന്താ sin pi minus x? that is sin x. എന്താ cos pi by 2 plus x? that is minus sin x. अब ഇത് രണ്ടും പ്ലസ് പ്ലസ് ആയി പോയി. ന്യൂമറേറ്ററിൽ കോസ് സ്ക്വയർ എക്സ്, ഡിനോമിനേറ്ററിൽ സൈൻ സ്ക്വയർ എക്സ്. നമുക്കറിയാം കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് പറയുന്നത് കോട്ട് എക്സിന് ഈക്വൽ ആണ്. അപ്പൊ കോസ് സ്ക്വയർ എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോ it will be equal to cot square x ആയിരിക്കും. So that's about this question. അപ്പോൾ എങ്ങനെ cos pi plus x minus cos x ആയി എന്ന കൺസെപ്റ്റ് മനസ്സിലാക്കുക, cos of minus x എങ്ങനെ cos x ആയി എന്ന് മനസ്സിലാക്കുക, sin of pi minus x എങ്ങനെ sin x ആയെന്നും cos of pi by 2 plus x എങ്ങനെ minus sin x ആയെന്നും മനസ്സിലാക്കണം. ഈ 4 കാര്യങ്ങളും അറിയാമെങ്കിൽ അത് ഡയറക്ട്ലി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ your final answer is ready, which is equal to cot square x. Hence we proved it. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒൻപതാമത്തെ ചോദ്യം, prove that cos 3 pi by 2 plus x into cos 2 pi plus x into cot 3 pi by 2 minus x plus cot 2 pi plus x is equal to 1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ഞാൻ ഡയറക്ട്ലി ചെയ്യാൻ പോവുകയാണ്. ഓരോ സ്റ്റെപ്പും ഓരോ ഫംഗ്ഷന്റെ കൺവേർഷനും വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. സോ ഞാൻ ആ ക്വസ്റ്റ്യൻ ഓൾറെഡി ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്, which is equal to, ശ്രദ്ധിക്കണേ, ആദ്യത്തെ ടേം കോസ് ഓഫ് 3 pi by 2 plus x ആണ്. പൈ ബൈ 2ന്റെ ടേംസുമായിട്ട് നമ്മൾ കോസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫംഗ്ഷൻ മാറിയിട്ട് സൈൻ എക്സിലേക്ക് പോകും. എന്തുകൊണ്ടാ കാരണം? 3 pi by 2 അല്ലെങ്കിൽ pi by 2 ആയിട്ട് നമ്മൾ കോസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാറി സൈൻ എക്സിലേക്ക് പോകും. ഇനി നമ്മൾ ഇതിന്റെ സൈൻ നോക്കണം, പ്ലസ് ആണോ മൈനസ് ആണോ വരുന്നത് എന്ന് നമ്മൾ നോക്കണം. 3 pi by 2 എന്ന് പറയുമ്പം 270 ആണ്. 270 പ്ലസ് എക്സ് എന്ന് പറയുമ്പം ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസിന്റെ സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ സൈൻ എക്സിന്റെ സൈനും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? 3 pi by 2 plus x ആയതുകൊണ്ട് ഫംഗ്ഷൻ മാറി സൈൻ എക്സിലേക്ക്. 3 pi by 2 plus x ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് കോസിന്റെ സൈൻ പോസിറ്റീവ് ആണ്, സൈൻ എക്സ് ആയിട്ട് മാറി. ഇൻറ്റു രണ്ടാമത്തെ ടേം cos 2 pi plus x ആണ്. ശ്രദ്ധിക്കണേ, cos 2 pi plus x. അപ്പോ cos 2 pi plus x നിങ്ങൾ നോക്കുമ്പോ പൈയുടെ മൾട്ടിപ്പിളുമായിട്ടാണ് ചെയ്യുന്നത്. പൈയുടെ മൾട്ടിപ്പിളുമായിട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാറുന്നില്ല, cos x ആണ്. 2 pi plus x എന്ന് പറയുമ്പോൾ 360നേക്കാളും കൂടുതൽ, 2 pi എന്ന് പറയുമ്പോൾ 360 ആണ്. 2 pi plus x എന്ന് പറയുമ്പോൾ 360നേക്കാളും കൂടുതൽ, 360നേക്കാളും കൂടുതൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് ആണ്, അതുകൊണ്ട് cos x ന്റെ അവിടുത്തെ സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 2 pi ആയതുകൊണ്ടാണ് ഫംഗ്ഷൻ മാറാതെ cos x ലേക്ക് നിന്നത്. 2 pi plus x ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് കയറി, അപ്പൊ സൈൻ പോസിറ്റീവ് ആയി. ഇൻറ്റു ശ്രദ്ധിക്കണം, cot 3 pi by 2 minus x ആണ്.
3π/2 π/2 ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോട്ടിനെ 3π/2 ആയിട്ട് ചെയ്യുമ്പം കോട്ട് എന്തിലേക്ക് മാറും? ടാനിലേക്ക് മാറും. ടാൻ എക്സിലോട്ട് മാറും. ശ്രദ്ധിക്കണം, സൈന് കോസിലേക്കാണ് മാറുക, കോസ് സൈനിലേക്ക് മാറും. ടാൻ കോട്ടിലേക്ക് മാറും, കോട്ട് ടാനിലേക്ക് മാറും. സീക്ക് കൊസീക്കിലേക്ക് മാറും, കൊസീക്ക് സീക്കിലേക്ക് മാറും. അപ്പൊ കോട്ട് 3π/2 എന്ന് പറയുമ്പോൾ π/2 ആയതുകൊണ്ട് കോട്ട് ടാൻ എക്സിലേക്ക് മാറി. ഇനി നമ്മൾ സൈൻ നോക്കണം. 3π/2 270 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റിലെ കോട്ട് പോസിറ്റീവ് ആണ്. അപ്പൊ ടാൻ എക്സിന്റെ അവിടെ സൈൻ ചേഞ്ച് ചെയ്യേണ്ട, പോസിറ്റീവ് തന്നെയായിരിക്കും. പ്ലസ് വീണ്ടും ശ്രദ്ധിക്കണം, ഇവിടെ കോട്ട് 2π+x ആണ്. കോട്ട് കൊണ്ട് നമ്മൾ പൈനെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം പൈയുടെ മൾട്ടിപ്പിൾ കൊണ്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാറുന്നില്ല, കോട്ടെക്സ് തന്നെയായിരിക്കും. അതുകൂടാതെ 2π+x എന്ന് പറയുമ്പോൾ വീണ്ടും ഫസ്റ്റ് ക്വാഡ്രന്റിലേക്ക് കയറി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ്? എല്ലാവരും പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ എനിക്ക് കോട്ടെക്സ് എന്നത് എഴുതാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഒന്നാമത്തെ കോട്ടിനെ ചേഞ്ച് ചെയ്തപ്പോൾ ടാനിലേക്ക് മാറി? കാരണം ഇവിടെ ചെയ്തത് π/2 മൾട്ടിപ്പിൾ ആയിട്ടാണ്. അപ്പൊ ഫംഗ്ഷൻ മാറും. രണ്ടാമത്തെ കേസിൽ എന്തുകൊണ്ട് മാറിയില്ല? ഇവിടെ പൈ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പൈന്റെ മൾട്ടിപ്പിൾ കൊണ്ട് കൺവേർഷൻ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ മാറില്ല, π/2 ചെയ്യുമ്പോൾ മാറും. ഓക്കെ ആണല്ലോ. സോ 2π+x മാറ്റി കോട്ടെക്സ് ആക്കി. 2π+x എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റില് എല്ലാവരും പോസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് അവിടെ സൈൻ ചേഞ്ച് ചെയ്യാത്തത്. ഓക്കെ അല്ലേ? which is equal to, ശ്രദ്ധിക്കുക, sin x into cos x into ഈ tan x നെ മാറ്റിയിട്ട് എനിക്ക് sin x divided by cos x എന്ന് എഴുതാം. cot x നെ മാറ്റിയിട്ട് cos x divided by sin x എന്ന് എഴുതാം. രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ sin x cos x into sin x ചെയ്യുമ്പോ it will become sin square x. cos x into cos x ചെയ്യുമ്പോ cos square x all divided by sin x cos x ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഈ sin x ഉം കട്ട് ചെയ്യാം, ഈ cos x ഉം കട്ട് ചെയ്യാം. sin square x plus cos square x എന്നായിട്ട് മാറി. നമുക്കറിയാം sin square x plus cos square x ന്റെ വാല്യൂ ഈക്വൽ ടു 1 ആയിരിക്കും. hence we proved that it is equal to 1. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് നമ്മൾ cos 3π/2 + x നെ sin x ആക്കി മാറ്റിയത് എന്ന് ഒന്നുകൂടി കേട്ട് മനസ്സിലാക്കണം. cos 2π+x എങ്ങനെ cos x ആയെന്ന് മനസ്സിലാക്കണം. കോട്ട് 3π/2 - x എങ്ങനെ tan x ആയെന്ന് മനസ്സിലാക്കണം. കോട്ട് 2π+x എങ്ങനെ cot x ആയെന്ന് മനസ്സിലാക്കണം. പിന്നെ സിമ്പിൾ ട്രിഗ്നോമെട്രിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ ഫൈനലി ഐ ആം ഗെറ്റിംഗ് ദി ആൻസർ ആസ് ഈക്വൽ ടു 1. പത്താമത്തെ ചോദ്യം നോക്കണം. Prove that sin of n+1 x into sin of n+2 x plus cos of n+1 x into cos of n+2 x is equal to cos x എന്ന് പ്രൂവ് ചെയ്യണം. സോ ശ്രദ്ധിക്കുക, ഞാൻ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണ്. n+1 into x ന് പകരം a, n+2 into x ന് പകരം b. അപ്പൊ ഇവിടെയും n+1 into x ന് പകരം a കൊടുക്കാം, n+2 into x ന് പകരം b കൊടുക്കാം. അപ്പൊ ഏത് ഫോമാറ്റിലാ? cos a cos b plus sin a sin b ഫോമാറ്റിലാണ്. ഓക്കെ അല്ലേ? എക്ക് പകരം n+1 x ഉം ബിക്ക് പകരം n+2 x ഉം കൊടുക്കുമ്പോൾ ഏത് ഫോമാറ്റിലായി? cos a cos b plus sin a sin b ഫോമാറ്റിലായി. എന്തായിരുന്നു cos a cos b plus sin a sin b? നമ്മൾ പഠിച്ചു it is equal to nothing but cos of a minus b. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഒന്നും കൂടെ എടുത്ത് എഴുതുകയാണ്. cos of n+1 into x into cos of n+2 into x plus പിന്നെയോ sin of n+1 x into sin of n+2 x. it will be equal to, ശ്രദ്ധിച്ചേക്കണം, എക്ക് പകരം n+1 x, ബിക്ക് പകരം n+2 x അല്ലേ? അപ്പൊ അത് എന്തിന് ഈക്വൽ ആ? cos of a minus b ക്ക് ഈക്വൽ ആണ്. അപ്പൊ ഇതിനെ മാറ്റിയിട്ട് എനിക്ക് cos of a യുടെ സ്ഥാനത്ത് ഇവിടെ n+1 into x ആണ്. അതുകൊണ്ട് തന്നെ ഈ a യുടെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം? n+1 into x കൊടുക്കാം മൈനസ്. പിന്നെ ഉള്ളത് b ആണ്. b എന്ന് പറയുമ്പം ബിയുടെ സ്ഥാനത്ത് എന്താണ്? ഇവിടെ n+2 into x ആണ്. അത് അപ്ലൈ ചെയ്യാം, n+2 into x ആയിട്ട് മാറും. അപ്പൊ cos of a minus b ആണ്. cos of ഇതാണ് a,
minus ഇതാണ് b, which is equal to cos of bracket നമുക്ക് ഓപ്പൺ ചെയ്യാം. nx plus x minus nx minus 2x ആയിട്ട് മാറും. ഈ nx ഉം minus nx ഉം ക്യാൻസൽ ചെയ്യാം. cos of x minus 2x ആയിട്ട് മാറി. It is equal to cos of minus x എന്ന് കിട്ടി, which is equal to even function ആണ്, equal to cos x എന്ന് എഴുതാം. അപ്പം നമ്മൾ ചെയ്തത് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ cos a cos b plus sin a sin b ലേക്ക് മാറ്റി എക്ക് പകരം n+1 ഇൻറ്റു എക്സും ബിക്ക് പകരം n+2 ഇൻറ്റു എക്സും കൊടുത്തു. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്തു. കോസ് ഓഫ് എ മൈനസ് ബി കിട്ടി. കോസ് ഓഫ് ഇതാണ് എ, ഇതാണ് ബി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കോസ് ഓഫ് മൈനസ് എക്സ് കിട്ടി. അക്കോർഡിംഗ് ടു ഈവൻ ഫംഗ്ഷൻ കോസ് ഓഫ് മൈനസ് എക്സ് is equal to cos x എന്ന് കിട്ടി. So hence we proved it. 2 മാർക്കിന് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 11ാമത്തെ ചോദ്യം നോക്കാം. Prove that cos of 3 pi by 4 plus x minus cos of 3 pi by 4 minus x is equal to minus root 2 sin x. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതിന് a എന്ന് കൊടുക്കാം, ഇതിന് വേണമെങ്കിൽ ബി എന്ന് കൊടുക്കാം. അപ്പൊ ഏത് ഫോർമാറ്റില്ല? cos a minus cos b ഫോർമാറ്റില്ല. ഫോർമുല എഴുതിയേക്കാം. എന്തായിരുന്നു cos a minus cos b നമ്മൾ പഠിച്ചത്? minus 2 sin a plus b by 2 sin a minus b by 2. ഇതായിരുന്നു cos a minus cos b യുടെ ഫോർമുല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോർമുലയുമായിട്ട് കമ്പയർ ചെയ്യാം. cos 3 pi by 4 plus x minus cos 3 pi by 4 minus x will be equal to cos a minus cos b formatulaയി. That is equal to minus 2 into sin of എന്താണ്? a plus b by 2 ആണ്. aക്ക് പകരം 3 pi by 4 plus x ആണ്. ശ്രദ്ധിക്കണം, 3 pi by 4 plus x plus പിന്നെയോ b വേണ്ടേ? b by 2 അല്ലേ? b എന്താണ്? 3 pi by 4 minus x ആണ്. 3 pi by 4 minus x divided by 2 into കഴിഞ്ഞിട്ടില്ല. അപ്പൊ minus 2 sin a plus b by 2 ആയിട്ടേ ഉള്ളൂ. ഇനി ആരും കൂടെ ഉണ്ട്? sin a minus b by 2 യുടെ ബാക്കിയുണ്ട്. സോ sin of a ക്ക് പകരം 3 pi by 4 plus x minus ആണ്. 3 pi by 4 minus x കിട്ടും. all divided by 2, that is equal to minus 2 into ശ്രദ്ധിച്ചേക്കണം. ഈ എക്സും ഈ മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം, കളയാം. ബാക്കി എന്താ ഉള്ളത്? 3 pi by 4 ഉം 3 pi by 4 ഉം രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 pi by 4 ആണ് കിട്ടുക. ഈ 6 pi by 4നെ വീണ്ടും by 2 ചെയ്യുമ്പോൾ നമുക്ക് 3 pi by 4 തന്നെ കിട്ടും. ശ്രദ്ധിച്ചേക്കണേ, സിംപ്ലിഫൈ ചെയ്യാൻ അറിയാലോ. 3 pi by 4 ഉം 3 pi by 4 ഉം ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 3 pi by 4 കിട്ടും. ഓക്കെ അല്ലേ? ഇൻഡു കഴിഞ്ഞിട്ടില്ല സൈൻ ഓഫ്. ശ്രദ്ധിക്കണം, ഈ 3 pi by 4 ഉം ഈ 3 pi by 4 ഉം ക്യാൻസൽ ചെയ്തു പോകും. ഈ മൈനസ് എക്സ് എന്തായിട്ട് മാറും? ഈ മൈനസ് ഓഫ് മൈനസ് എക്സ് പ്ലസ് എക്സ് ആയിട്ട് മാറും. ഈ എക്സും കൂടെ വരുമ്പം 2x ആയിട്ട് മാറും. 2x ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എനിക്ക് എക്സ് എന്ന് കിട്ടും. കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ -2 sin a plus b by 2 sin a minus b by 2 ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. എക്ക് പകരം നമുക്ക് 3 pi by 4 പ്ലസ് എക്സ് കൊടുക്കാം. ബിക്ക് പകരം നമുക്ക് 3 pi by 4 മൈനസ് എക്സ് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്തപ്പോൾ എനിക്ക് ഒന്നാമത്തെ ടേമിൽ sin 3 pi by 4 ഉം രണ്ടാമത്തെ ടേമിൽ sin x കിട്ടി, which is equal to -2 into sin 3 pi by 4നെ നമ്മൾ sin pi minus pi by 4 എന്ന് എഴുതുന്നു, into sin x എന്ന് നമുക്ക് എഴുതാം, which is equal to -2 into sin pi minus pi by 4ന്റെ വാല്യൂ sin pi by 4 ആണെന്നറിയാം, into sin x എന്ന് നമുക്ക് കിട്ടും. ഇനി ശ്രദ്ധിക്കണം, sin pi by 4ന്റെ വാല്യൂ 1/√2 ആണ്. മുകളിൽ ഒരു -2 ഉണ്ട്. ഇവിടെ 1/√2ഉം ഇവിടെ -2 വരും. അത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് -√2 ബാക്കി വരും.
ബാക്കി അവിടെ ഉള്ളത് sin x ആയിരിക്കും. സോ ദാറ്റ്സ് ദ റൈറ്റ് സൈഡ്. സോ ഇറ്റ് ഈസ് പ്രൂവ്ഡ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചെയ്തത് cos a മൈനസ് cos b ഫോർമാറ്റ് അപ്ലൈ ചെയ്തു, എക്കും ബിക്കും വാല്യൂ കൊടുത്തു, സിംപ്ലിഫൈ ചെയ്തു. ഇവിടെ എത്തുമ്പോൾ സംശയം തോന്നാം, sin 3π/4 നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത് പ്രകാരം sin of π മൈനസ് π/4 എന്ന് എഴുതി. sin of π മൈനസ് തീറ്റ sin തീറ്റയാണ്. അപ്പൊ sin of π മൈനസ് π/4 നെ sin π/4 എന്ന് എഴുതാം. sin π/4 ന്റെ വാല്യൂ 1/√2. ആ 1/√2 ഈ 2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ, സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് ഇവിടെ √2. സോ ഫൈനൽ ആൻസർ is equal to minus √2 sin x. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം, prove that sin square 6x minus sin square 4x is equal to sin 2x into sin 10x. അപ്പോൾ ഒരു ഫോർമുല ഞാൻ ഇവിടെ പഠിപ്പിച്ചു തരാണ്, എടുത്ത് എഴുതി വെക്കണം. sin square a minus sin square b എന്ന് പറയുന്നത് sin of a plus b into sin of a minus b ക്ക് ഈക്വൽ ആണ്. ഈ ഫോർമുല ഒന്ന് പഠിച്ചേക്ക്. എന്താ ഫോർമുല? sin square a minus sin square b എന്തിന് ഈക്വൽ ആണ്? sin a plus b into sin a minus b ക്ക് ഈക്വൽ ആണ്. അത് പ്രകാരം, ഈ ഫോർമുല പ്രകാരം sin square 6x minus sin square 4x ഞാൻ ചെയ്യുമ്പോൾ is equal to sin of a plus b. a ക്ക് പകരം 6x ആണ്, b ക്ക് പകരം 4x ആണ്. എന്തായിട്ട് മാറും? sin of 6x plus 4x ആയിട്ട് മാറി into sin of a minus b ആണ്. അതെന്തായിട്ട് മാറും? sin of 6x minus 4x ആയിട്ട് മാറും. So which is equal to sin 10x എന്ന് കിട്ടും into sin 2x എന്ന് കിട്ടും. So hence it is proved. ഒരു മാർക്കിന് ചോദിക്കാം, ആകെ അറിയേണ്ടത് ഈ ഫോർമുലയാണ്. sin square a minus sin square b is equal to, മറക്കണ്ട, sin a plus b into sin a minus b. അപ്പോൾ a ക്ക് പകരം 6x ഉം b ക്ക് പകരം 4x ഉം കൊടുത്തപ്പോ റൈറ്റ് സൈഡ് എനിക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി. which is equal to sin 10x into sin 2x. 13ാമത്തെ ചോദ്യം നോക്കാം. prove that cos square 2x minus cos square 6x is equal to sin 4x into sin 8x. so നമുക്ക് ചോദ്യം എഴുതിയെടുക്കാം. cos square 2x minus cos square 6x. എനിക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാലോ. cos square എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് sin square theta plus cos square theta is equal to 1 ആണ്. അവിടുന്ന് cos square theta നമുക്ക് 1 minus sin square theta എന്ന് എഴുതാം അല്ലേ? അപ്പൊ cos square 2x നെ മാറ്റിയിട്ട് 1 minus sin square 2x എന്ന് എഴുതാം, മൈനസ് ഓഫ്. പിന്നെയോ cos square 6x നെയും അതേപോലെ മാറ്റി എഴുതാം. അത് 1 minus sin square 6x ആയിട്ട് മാറും. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 ഉം 1 ഉം ക്യാൻസൽ ആയി പോകും. ഇത് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് പ്ലസ് ആയിട്ട് മാറും. sin square 6x എന്ന് കിട്ടും. sin square 6x minus sin square 2x ആയിട്ട് മാറി. അപ്പൊ ഏത് ഫോർമാറ്റില്ല? തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ നമ്മൾ ചെയ്തതുപോലെ sin square a minus sin square b ഫോർമാറ്റ് ആണ്. എന്താണ് sin square a minus sin square b? it is equal to sin of a plus b into sin of a minus b. അപ്പോൾ sin of a plus b എന്ന് പറയുമ്പോൾ 6x plus 2x into sin of a minus b എന്ന് പറയുമ്പോൾ 6x minus 2x എന്ന് എനിക്ക് കിട്ടും. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? which is equal to എന്തായിട്ട് മാറി? sin 8x into sin 4x ആയിട്ട് മാറി. that is the required proof. ക്ലിയർ ആണല്ലോ? വളരെ ഈസി ആയിട്ട് ചെയ്തു. cos square x നെ 1 minus sin square 2x ആക്കി മാറ്റി. cos square 6x നെ 1 minus sin square 6x ആക്കി മാറ്റി. sin square 6x minus sin square 2x എന്ന് കിട്ടി. sin square a minus sin square b is equal to sin of a plus b into sin of a minus b. ആ ഫോർമുല അപ്ലൈ ചെയ്തപ്പോൾ ഫൈനൽ പ്രൂഫ് റെഡിയായി. that is equal to sin 8x into sin 4x. 14th ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 14th ക്വസ്റ്റ്യൻ, prove that sin 2x plus 2 sin 4x plus sin 6x is equal to 4 cos square x into sin 4x എന്ന് പ്രൂവ് ചെയ്യണം. ശ്രദ്ധിക്കണം, ഞാൻ ഈ LHSലുള്ള sin 6x നെയും sin 2x നെയും ഒരുമിച്ച് എടുക്കുകയാണ്. ഓക്കെ അല്ലേ? പ്ലസ് പിന്നെന്താ LHSൽ ബാക്കി 2 sin 4x ബാക്കിയുണ്ട്. ശ്രദ്ധിക്കണേ, ഒന്നും ചെയ്തിട്ടില്ല. sin 6x ഉം sin 2x ഉം ഒരുമിച്ച് എടുത്തു, പ്ലസ് 2 sin 4x അവിടെ ഉണ്ട്. ഇത് ശ്രദ്ധിക്കണം.
സൈൻ എ പ്ലസ് സൈൻ ബി ആണ്. എന്താ സൈൻ എ പ്ലസ് സൈൻ ബി? ഡയറക്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. 2 സൈൻ ഓഫ് എ പ്ലസ് ബി ബൈ 2, എ 6x ബി 2x. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുമ്പോ 8x ആയിട്ട് മാറി, ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പം 4x കിട്ടും. ഇൻഡു പിന്നെയോ എ മൈനസ് ബി ബൈ 2 സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുമ്പോ 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ആണ്. സോ ഇൻറ്റു കോസ് ഓഫ് എ മൈനസ് ബി ബൈ 2 എന്ന് പറയുമ്പം 6x എന്ന് 2x കുറയ്ക്കണം, 4x ഡിവൈഡ് ബൈ 2 ചെയ്യണം, അപ്പം 2x. ഓക്കെ അല്ലേ? പ്ലസ് പിന്നെ എന്താ ബാക്കി? 2 സൈൻ 4x ബാക്കി. അപ്പൊ ചെയ്തത് എന്താണെന്ന് മനസ്സിലാക്കണേ. സൈൻ 6x സൈൻ 2x ഒരുമിച്ച് എഴുതി. സൈൻ എ പ്ലസ് സൈൻ ബി ഫോർമാറ്റിലാണ്, ഫോർമുല പഠിച്ചിട്ടുണ്ട്. 2 സൈൻ എ പ്ലസ് ബി ബൈ 2 സൈൻ 4x ആയിട്ട് മാറി. കോസ് എ മൈനസ് ബി ബൈ 2 2x ആയിട്ട് മാറി, പ്ലസ് 2 സൈൻ 4x എന്ന് കിട്ടി, which is equal to, ശ്രദ്ധിക്കുക, രണ്ടിലും 2 സൈൻ 4x കോമൺ ആണ് അല്ലേ? ബാക്കിയുള്ളത് ഇവിടുന്ന് 2 സൈൻ 4x നിന്നും 2 സൈൻ 4x പുറത്തെടുത്ത ബാക്കി ഇവിടെ ഒരു 1 ഉണ്ടാകും, പ്ലസ് ഈ 2 സൈൻ 4x പുറത്തോട്ട് പോയാൽ ഇവിടെ ബാക്കിയുള്ളത് കോസ് 2x ആണ്. അപ്പൊ 1 പ്ലസ് കോസ് 2x എന്ന് കിട്ടും. 1 പ്ലസ് കോസ് 2x ഫോർമുല ഞാൻ എഴുതി തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്പെഷ്യൽ ഫോർമുലയായിട്ട്. 1 പ്ലസ് കോസ് 2x എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ x ഈക്വൽ ആണ്. സോ നമുക്ക് എഴുതാം 2 sin 4x multiplied by 2 cos square x എന്ന് എഴുതാം. ഈ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4, പിന്നെ ഉള്ളത് cos square x, പിന്നെ ഉള്ളത് sin 4x. hence it is proved. വളരെ ഈസി ആയിട്ട് ചെയ്തു. sin 6x sin 2x ഒരുമിച്ച് എടുത്തു. sin a പ്ലസ് sin b ഫോർമുല അപ്ലൈ ചെയ്തു. കോമൺ ആയിട്ട് 2 sin 4x പുറത്തെടുത്തു. 1 പ്ലസ് cos 2x മാറ്റിയിട്ട് നമുക്കറിയാവുന്ന ഫോർമുല ഐഡന്റിറ്റി എന്തെഴുതി? 2 cos square x കൊടുത്തു, മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഫൈനലി ഐ ആം ഗെറ്റിംഗ് ദി ആൻസർ ആസ് 4 cos square x into sin 4x. വളരെ ഈസിയാണ്, 3 മാർക്കിന് വരെ പ്രതീക്ഷിക്കാം. 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. Prove that cos 9x minus cos x divided by sin 17x minus sin 3x is equal to minus sin 2x by cos 10x എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചേക്കണം. cos 9x minus cos 5x എന്ന് പറയുമ്പോൾ cos a minus cos b ഫോർമാറ്റിലാണ്. sin 17x minus sin 3x എന്ന് പറയുമ്പോൾ sin a minus sin b ഫോർമാറ്റിലാണ്. എന്താ cos a minus cos b? cos a minus cos b എന്ന് പറയുന്നത് minus 2 sin a plus b by 2 into sin a minus b by 2 ആണ്. so minus 2 sin a plus b by 2 എന്ന് പറയുമ്പോൾ 9x plus 5x divided by 2 into sin of a minus b by 2 എന്ന് പറയുമ്പം sin of 9x minus 5x divided by 2 all divided by denominator എന്താണ്? sin a minus sin b ഫോർമാറ്റിലാണ്. sin a minus sin b നമുക്കറിയാം 2 cos a plus b by 2 into sin a minus b by 2 ആണ്. so 2 cos a plus b by 2 എന്ന് പറയുമ്പോൾ 17x plus 3x by 2. അതേപോലെ തന്നെ sin of a minus b by 2 എന്ന് പറയുമ്പോൾ 17x minus 3x divided by 2. ശ്രദ്ധിച്ചേക്കണം, which is equal to ഈ minus 2 ഈ 2 സോറി ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. നിങ്ങൾ നോക്കുമ്പോൾ ന്യൂമറേറ്ററിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. 9ഉം 5ഉം കൂട്ടുമ്പോൾ 14/2 sin 7x വരും. ഇൻറ്റു ഇവിടെ 9ന്ന് 5 പോകുമ്പം 4/2 sin 2x വരും. ഡിനോമിനേറ്ററിൽ cos of 10x വരും. ഇൻറ്റു sin of 17ൽ നിന്നും 3 പോകുമ്പം 14/2 ചെയ്യുമ്പം 7x വരും. ഈ sin 7x ഈ sin 7x കട്ട് ചെയ്യാം. ഫൈനലി ദ ആൻസർ ഈസ് minus sin 2x divided by cos 10x എന്ന് നമുക്ക് കിട്ടും. സോ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. cos a minus cos b യുടെ ഫോർമുല അറിയണം, sin a minus sin b യുടെ ഫോർമുല അറിയണം. ഫോർമുല അറിഞ്ഞിട്ട് അപ്ലൈ ചെയ്യണം. ക്യാൻസൽ ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ആൾക്കാരെ കട്ട് ചെയ്യണം. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി minus sin 2x divided by cos 10x.